Welcome back to Malabar IAS Academy. How are you today? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യം, പക്ഷെ നമ്മളത് ഇപ്പോൾ ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകും. അതിനുവേണ്ടി നമ്മളൊരു ഇംഗ്ലീഷിൽ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തതാണ് യൂസ്ഡ് പ്ലസ് ടു. യൂസ്ഡ് പ്ലസ് ടു അത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ യൂസ് ടു എന്ന് പറയും. ഈ യൂസ് ടു നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ we use used to refer something in the past. To refer something in the past which is no longer true. Which is no longer true. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം, പക്ഷെ ഇപ്പൊ നമ്മൾ അത് ചെയ്യുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുക. I used to play cricket when I was a kid. ഞാൻ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് വയസ്സായി, അതുകൊണ്ട് ഞാൻ കളിക്കുന്നില്ല. അപ്പൊ യൂസ് ടു നമ്മൾ പറയുന്നത്, ഉപയോഗിക്കുന്നത് പണ്ട് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുക. അപ്പൊ ഹി യൂസ് ടു, ഷീ യൂസ് ടു, വി യൂസ് ടു, ദേ യൂസ് ടു, അങ്ങനെ ഏതിന്റെ കൂടെയും പറയാം. അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ഇവരെങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അവള് ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ കൂടെ നമ്മൾ യൂസ് ടു എന്ന് ആഡ് ചെയ്യാം. യൂസ് ടു എന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് ഇതാണ്, നമ്മൾ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ചൊരു 10-40 വർഷം കഴിഞ്ഞ് നമ്മുടെ ഫുട്ബോൾ സ്റ്റാർസ് റൊണാൾഡോ, മെസ്സി, നെയ്മർ ഇവരൊക്കെ റിട്ടയർ ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ടൂറാണ് വിത്ത് അവർ ഫാമിലി. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ട് നമ്മൾ സർപ്രൈസിങ് നമ്മൾ റൊണാൾഡോയെ കാണാം. അപ്പൊ നമ്മുടെ കിഡ്സിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഹി യൂസ് ടു, കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ്, ഒരു 40 വർഷം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഹി യൂസ് ടു പ്ലേ ഫുട്ബോൾ ഫോർ Portugal, the national team. He used to play for the national team of Portugal. പോർച്ചുഗലിന്റെ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ആൾ കളിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കളിക്കുന്നില്ല, ഇപ്പൊ റിട്ടയർ ആയി. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ നമ്മൾ പണ്ട് ചെയ്തിരുന്നതും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതുമായ കാര്യങ്ങൾ. ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി, പക്ഷെ ഇപ്പൊ ഞാൻ കോഫി കുടിക്കില്ല, ഞാനിപ്പോ ചായ ആണ് കുടിക്കുന്നത്. ഐ ഡ്രിങ്ക് ടീ now. I drink tea these confused. I drink tea these days. മനസ്സിലായില്ല? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു എന്ന് ഉപയോഗിക്കുന്നത്. So if you have any questions, comment below and we will be answering your questions as soon as we can. Alright? Thank you very much, and if you like this video, please like, share and subscribe. Thank you very much. See you next time.